ഗൃഹാതർക്കം ഉണർത്തുന്ന ഹോമിലി ഫുഡ് ഇന്ന് എറണാകുളത്ത് വ്യാപകമാകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 3 അമ്മമാർ നടത്തുന്ന ഹോമിലി ഫുഡിന് മുന്നിലാണ്. ചുറ്റും ധാരാളം ഹോട്ടലുകളുള്ളപ്പോൾ ഇങ്ങനൊരു ഹോമിലി ഫുഡ് തുടങ്ങാൻ നിങ്ങൾ പ്രേരിപ്പിച്ചെന്താണ്? അറിയൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റൊക്കെ തുടങ്ങിയപ്പോൾ അവർ വന്ന് ചോദിച്ചിട്ട് ഹോമിലി ഫീലാണ്. എന്താ ഹോട്ടൽ ഫുഡിൻ്റെ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞു വളരെ ഹെവിയായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ ഭയങ്കര ലൈറ്റ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള പോലും പോലും വെക്കാതെ ധാരാളം കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട് കഴിക്കാൻ. ഒരു ദിവസം എത്ര ഇവിടെ ഈ ഹോമിലി ഫുഡ് കഴിക്കാൻ വിജയകരവും കൃത്യവുമായ ചെലവുകളില്ലാത്ത കുറഞ്ഞ നിരക്കുള്ള ഭക്ഷണം താങ്കൾ കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ലാഭം? തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന മാസം നല്ലൊരു തുക വിഭവങ്ങൾ എന്തൊക്കെയാണ്? തോരനും സാമ്പാറും എന്നും ഒരേ കറിയാണോ അതോ ഓരോ വ്യത്യസ്തമായി മാറി സ്പെഷ്യൽ എന്തൊക്കെയാണ്? മീൻ വറുത്തത്, ഓംപ്ലേറ്റ്. ഒരു ചോറിന് എത്രയാണ് ഇവിടെ ഈടാക്കുന്നത്? 15 രൂപ. 3 സ്പെഷ്യലും കൂടെ എത്രയാണ്? 20. എത്ര ലാഭമാണ് കിട്ടുന്നതെന്ന് പറയാമോ? അത് നോക്കിയിട്ടില്ല. എന്നാലും അത് ലാഭമുണ്ടോ? 3 വർഷമായി കട നടത്തുന്നു. അതിനിടയിൽ കസ്റ്റമർ ഒരു ദിവസം വരാതിരുന്നാൽ അതിൽ വിഷമമുണ്ട്. കാരണം സാധനങ്ങൾ തിരക്കുള്ള മലയാളികൾ ഫാസ്റ്റ് ഫുഡിന് പിന്നാലെ പോകുമ്പോഴും സ്വാദിഷ്ട ഭക്ഷണവുമായി ഇതുപോലുള്ള അമ്മമാർ കാത്തിരിക്കുന്നു. ക്യാമറമാൻ സാനിനോടൊപ്പം കൊച്ചിൻ മീഡിയ സ്കൂളിൽ നിന്നും മനു ശശിധരൻ.